വളരെയധികം സങ്കടകരമായ ഒരു കാഴ്ച. കടലാക്രമണത്തിൽ ഖബർസ്ഥാനുകളൊക്കെ തകർന്നു പോവുകയാണ്. അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുടെ മയ്യത്തുകൾ കടലാക്രമണത്തിൽ ഇങ്ങനെ കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. കടലാക്രമണത്തിൽ തകർന്നു വീണ കല്ലുകൾക്കിടയിൽ ആ മയ്യത്തുകൾ ഇങ്ങനെ കിടക്കുന്നൊരു കാഴ്ച ഏറെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലുള്ള പാലപ്പെട്ടി ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും നിരവധി തവണ കടലാക്രമണത്തിൽ അവിടെയുള്ള ഖബർസ്ഥാനുകൾ തകർന്നു പോയിട്ടുണ്ട്. മയ്യത്തുകളൊക്കെ ഇങ്ങനെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായത്. ആ വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. പാലപ്പെട്ടി കടപ്പുറം ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനുകളുടെ അവസ്ഥയാണിത്. ഏകദേശം 3 വർഷത്തോളമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കടൽക്ഷോഭം രൂക്ഷമാകുന്ന സമയത്ത് പള്ളിയുടെ പടിഞ്ഞാറ് സൈഡിലുള്ള പല ഖബറുകളും കടലാക്രമണത്തിൽപ്പെട്ട് കടലിലേക്ക് ഒഴുകി പോകാറുണ്ട്. അധികാരികളും ഇവിടുത്തെ ജനപ്രതിനിധികളും വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താത്തതിൻ്റെ മൂലമാണ് ഇത്രയും കാഴ്ചകൾ, ഇത്രയും ഭയാനകമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഖബറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള കടൽഭിത്തി നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാത്ത പക്ഷം നമുക്ക് ഇനിയും ഇതുപോലെയുള്ള സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ കാണേണ്ടി വരും. ഏകദേശം 2000 കുടുംബങ്ങളുണ്ട്, 2000 വീടുകളുണ്ട് നമ്മുടെ മഹലിൽ. ഇവരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, അവരുടെ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സങ്കടകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനുള്ള സമയമില്ല. ഇനിയും നമ്മൾ മൗനികളായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും. അവരുടെ ഓർമ്മകൾ പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ്. നമ്മൾ പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, നമ്മുടെ നീതിക്ക് വേണ്ടി പോരാ. നോക്കൂ, ആ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റാണ്. അവിടെ കാലാകാലങ്ങളായി ആ ഒരു ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ നിരന്തരമായ കൊണ്ടിത്തരത്തിൽ കടലാക്രമണത്തിൽ ഖബറുകളൊക്കെ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ അത്തരമൊരു ദുരവസ്ഥ പലപ്പോഴായി സംഭവിക്കുമ്പോഴും അതിനെയെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് അതിന് കൃത്യമായ ഒരു നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഭരണകൂടങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെയോ ജനങ്ങൾ ഒരുമിച്ച് രംഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, 4 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതേപോലൊരവസ്ഥ ആ ഒരു ഖബർസ്ഥാനിലുണ്ടായി. അന്നും ഇതുപോലെ ആ കടലാക്രമണത്തിൽ തകർന്നുകൊണ്ട് ഖബർസ്ഥാനിലെ ഖബറുകളൊക്കെ തകർന്ന് ആ മയ്യത്തുകളൊക്കെ ഇങ്ങനെ കടലിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തായാലും നാളെ മരണപ്പെടും, അതുറപ്പാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മയ്യത്തുകൾ മണ്ണോട് മണ്ണ് അലിഞ്ഞു ചേരും, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നേരെ മറിച്ച് ആ മയ്യത്തുകളൊക്കെ അതിങ്ങനെ തകർന്ന് കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സങ്കടമുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയോ ഖബറുകളാണ് ഇത്തരമൊരവസ്ഥയിൽ കാണുന്നത് എങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. നമുക്കിത് കാലാകാലങ്ങളായി ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമാണ്. ഇപ്പോൾ സ്വാഭാവികമെന്നോണം ഒരു ചോദ്യം ചോദിക്കും, എന്തിനാണ് ഈ കടപ്പുറത്തൊക്കെ കൊണ്ട് ഖബർസ്ഥാനൊക്കെ ഒരുക്കി വെച്ചത് എന്നുള്ളത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് പോലെയല്ല ഇപ്പോൾ. കാലങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കടലുകൾ, അത് ഉള്ളിലേക്ക് കരയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ പണ്ട് ഞങ്ങൾ കടപ്പുറത്തൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നല്ല തീരമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കാണാൻ സാധിക്കുന്നില്ല. ആ സ്ഥലങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മുഴുവനും കടലെടുത്തിരിക്കുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ കടൽ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇത് എൻ്റെ നാട്ടിലുള്ള പ്രശ്നം മാത്രമല്ല, തീരദേശ മേഖലകളിൽ ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളുടെ വീടുകൾ വരെ നഷ്ടപ്പെട്ടു ഈ കടലാക്രമണത്തിൻ്റെ ഭാഗമായിട്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ വല്ലാതെ ദുരിതമനുഭവിക്കുന്നവരാണ് തീരദേശ മേഖലയിലുള്ള ആളുകളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ. എത്രയോ ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ട് കയറിക്കിടക്കാൻ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനൊരു മാർഗം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു പ്രതിവിധി കണ്ടെത്താൻ ഭരണകൂടങ്ങൾ മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവം. നമുക്ക് അതുപോലെ തന്നെ ആയിരിക്കാം ഈ പാലപ്പെട്ട് ജുമാ മസ്ജിദിലും ഒരുപക്ഷെ ഈ ഒരു ഖബർസ്ഥാൻ ഒരുക്കുന്ന സമയത്ത് അവർക്കവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കാം. പിന്നീടത് കാലങ്ങൾക്ക് ശേഷം അവിടെ ഇങ്ങനെ കടൽ കയറി ആ തീരത്തേക്ക് അടുത്തതായിരിക്കാം. നമുക്കിത് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. ഈ ഒരു കടലാക്രമണത്തെ ചെറുക്കാൻ വേണ്ടി പാലപ്പെട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പൊന്നാനി തീരങ്ങളിൽ കടലാക്രമണ ഭിത്തിയും മറ്റുമൊക്കെ നിർമ്മിക്കാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളായിരുന്നു. പക്ഷേ ആ പദ്ധതികൾ ആരംഭിക്കുന്നു, തുടങ്ങുന്നു എന്ന് പറയുന്ന വാർത്തകളല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായും ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം നിങ്ങളും ഞാനും അടക്കം എല്ലാവരും മരണപ്പെടേണ്ടവരാണ്. ആ പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ നാളെ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ അവരുടെയും അവസ്ഥ, അവരുടെയും മയ്യത്തുകളുടെ അവസ്ഥ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ അവിടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തണം. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് അവിടെയുള്ള ഭരണകൂടത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു സുരക്ഷാ ഭിത്തി ഒരുക്കി അവിടെയുള്ള ഖബർസ്ഥാനുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നിങ്ങൾ എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ കടലാക്രമണ ഭീതി ഉണ്ടാകാനിടയില്ലാത്ത നല്ലൊരു സ്ഥലം കണ്ടെത്തി അതവിടെയുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നല്ല കൂട്ടായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടൊരു സ്ഥലം കണ്ടെത്തുകയും അവിടേക്ക് ഈ ഖബറുകളെ മാറ്റി അടക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം അത്രത്തോളം വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. ഇത്തരം അവസ്ഥകളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.